ഈ സംഗമഗ്രാമ മാധവൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം എത്ര എഴുതിയിരുന്നു, അത് എന്തൊക്കെ നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു? സംഗമഗ്രാമ മാധവൻ്റെ ഗ്രന്ഥങ്ങൾ പലതും എഴുതിയിട്ടുണ്ട്. അതിൽ നമുക്ക് സംശയാതീതമായി ലഭ്യമായിട്ടുള്ളത് വേണുആരോഹം എന്ന് പറയുന്നൊരു ഗ്രന്ഥമാണ്. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാകുന്നു. ഉദാഹരണത്തിന് അദ്ദേഹം ഗോളവാദം എന്ന് പറയുന്നൊരു പുസ്തകം, സ്ഫെറിക്കൽ ജോമെട്രി, അത് എഴുതിയിരുന്നു. പക്ഷേ ആ പുസ്തകം കിട്ടാനില്ല. ലഗ്നപ്രകരണം എന്ന് പറഞ്ഞ വേറൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അത് ഈയിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ലിറ്റി ടീച്ചർ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അതുപോലെ ചന്ദ്രവാക്യങ്ങൾ, വരരുചി ആവിഷ്കരിച്ച ചന്ദ്രവാക്യങ്ങളെ കുറച്ചുകൂടി കൂടുതൽ സൂക്ഷ്മമായിട്ട് അദ്ദേഹം സംഗമഗ്രാമ മാധവൻ പഠിക്കുകയുണ്ടായി. അത് വേണുആരോഹത്തിൻ്റെ ഒരു ഭാഗമായിട്ടിപ്പോൾ ലഭ്യമാണ്. ഇതിൽ ഗോളവാദ് എന്ന് പറയുന്ന ആ ഗ്രന്ഥം മിക്കവാറും അത് ഇന്ത്യക്ക് പുറത്ത് പോകാനാണ് സാധ്യത. കാരണം ആര്യഭടൻ്റെ ആര്യഭടീയത്തിൻ്റെ ഒരു കമ്പാനിയൻ ബുക്ക്, ഇൻസ്ട്രുമെൻറ്റേഷൻ ബുക്ക് ജർമ്മനിയിലെ ഒരു മ്യൂസിയത്തിൽ വെച്ച് ജപ്പാനിലെ കുറേ ഗണിതശാസ്ത്ര ഗവേഷകർ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അവർ അതിനെക്കുറിച്ച് പഠിച്ച് ആർട്ടുകളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ ഗോളവാദം എന്ന് പറയുന്ന പുസ്തകം മിക്കവാറും പുറത്തായിരിക്കാം. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട ശിഷ്യന്മാർ നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിലെല്ലാം പറയുന്നത്, ഇതെല്ലാം രചിച്ചിരിക്കുന്നത് ഗുരുനാഥൻ്റെ, മാധവാചാര്യരുടെ അനുഗ്രഹത്തോടുകൂടി ആണ് എഴുതിയിരിക്കുന്നതാണ്. ഇതിൻ്റെ അർത്ഥം ഒരു ഏകദേശം 600-700 വർഷക്കാലം അണമുറിയാതെ നിന്നിരുന്ന ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ സംസ്കാരം കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് പണ്ട് നമ്മുടെ നാട്ടിലെല്ലാം കുടിപ്പള്ളിക്കൂടം ഉണ്ടായിട്ടുണ്ട്. ഓരോ ഗ്രാമത്തിൻ്റെ കുടിപ്പള്ളിക്കൂടമുണ്ട്. അത് നിലത്തെഴുത്ത് മുതൽ ആശാന്മാർ പഠിപ്പിക്കും എന്ന് പറയുന്നത് പോലെ നോളജ് സിസ്റ്റം ജനറേറ്റഡ് അറ്റ് ഹോം നിലനിന്നിരുന്നു. ഇത് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പണ്ട് മുതലേ ഒരു നോളജ് ജനറേറ്റിംഗ് സൊസൈറ്റി ആയിരുന്നു എന്ന് വേണം പറയാൻ. മാഞ്ചസ്റ്റർ സർവകലാശാലയിലെ ഗണിതശാസ്ത്ര പ്രൊഫസറായിരുന്ന ജോർജ് ഗീവർഗീസ് ജോസഫ്, ക്രസ്റ്റ് ഓഫ് പീകോക്ക്, പാസേജ് ടു ഇൻഫിനിറ്റി എന്ന 2 ഗ്രന്ഥങ്ങൾ, ഒന്ന് കേരള സ്കൂളിനെ കുറിച്ചും മറ്റേത് ജനറലായിട്ട് നോൺ യൂറോപ്യൻ സെൻട്രൽ മാത്തമാറ്റിക്സായിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിനെ കുറിച്ച് കൂടുതൽ വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഒരു പഠനവും പുസ്തകരചനയും മലയാളത്തിലും ഇംഗ്ലീഷിലും അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ പൊതുജനങ്ങളിലേക്ക് ഇത് ആഴ്ന്നിറങ്ങി പോവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം.